CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പിണറായി വിജയന്റെ താക്കീത്. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുതെന്ന് പ്രസംഗത്തിൽ പിണറായി. മാതൃഭൂമി ന്യൂസിലൂടെ MV ഗോവിന്ദൻ നടത്തിയ RSS പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ടുണ്ട്. സ്റ്റെഫിൻ, മൈക്ക് കാണുമ്പോൾ തോന്നുന്നത് വിളിച്ചു പറയരുത് എന്ന് മുഖ്യമന്ത്രി എവിടെ, ഏത് സാഹചര്യത്തിൽ നടത്തിയിട്ടുള്ള പരാമർശമാണ്? അക്ഷയ, തിരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ തലേ ദിവസമാണ് മാതൃഭൂമി ന്യൂസിലൂടെ വലിയൊരു വിവാദം MV ഗോവിന്ദൻ നടത്തിയത്. അതായത് അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി CPM സഹകരിച്ചിരുന്നു എന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. അതിന് പിന്നാലെ പാർട്ടി നേതൃത്വം അതിനെ തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് വാർത്താ സമ്മേളനം നടത്തി അതിനെ തിരുത്തുന്ന ഒരു നിലപാടെടുത്തു. ഒപ്പം തന്നെ അതിരൂക്ഷമായി RSSനെ വിമർശിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥിയും അത്തരത്തിൽ വലിയ കുരുക്കിലായ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് CPMനും വലിയ തോതിൽ ആശങ്ക സൃഷ്ടിച്ച ഒന്നായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത്. അപ്പോൾ ഇന്ന് ചേർന്ന നേതൃയോഗത്തിൽ, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കമായിരുന്നു ഇന്നത്തെ നേതൃയോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും തിരുവനന്തപുരത്തിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും എല്ലാം തന്നെ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിലാണ് ഇതിന് മുഖ്യമന്ത്രി പ്രസംഗത്തിന്റെ സമയത്ത് ഈ കാര്യം വ്യക്തമാക്കിയത്. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയുന്ന നേതാക്കളുടെ രീതി അത് ശരിയല്ല എന്നുള്ളതാണ് പറഞ്ഞത്. MV ഗോവിന്ദന്റെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും അത് വ്യക്തമാണ്. MV ഗോവിന്ദൻ നടത്തിയ പരാമർശത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തും വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കുന്നതാണ് പാർട്ടിക്ക് നല്ലത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ഒപ്പം MV ഗോവിന്ദനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു വിമർശനം നടത്തിയതെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. വിവാദങ്ങളില്ലാതെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോവുകയായിരുന്നു. ജയമോ തോൽവിയോ ഒന്നുമല്ല പ്രശ്നം. പക്ഷേ ഇത്തരത്തിലുള്ള വിവാദത്തിൽ ചെന്നപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മൈക്ക് കാണുമ്പോൾ എന്തും സംയമനമില്ലാതെ പറയുന്നത് ശരിയല്ല എന്നൊരു കടുത്ത വിമർശനം പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നും ഉയരും. സ്റ്റെഫിൻ, പിണറായിയുടെ ഭാഗത്ത് നിന്നല്ലാതെ മറ്റാരുടെയെങ്കിലും ഭാഗത്ത് നിന്ന്, MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഈ പരാമർശത്തിനെതിരെ വിമർശനം ഉയർന്നു? പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ EP ആയിരുന്നെങ്കിൽ ഇവിടെ MV ഗോവിന്ദൻ, അത് മാത്രമാണ് വ്യത്യാസം. പക്ഷെ അതായത് ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കവുമായി ചേർന്ന ഒരു ശില്പശാലയും അതുമായി ബന്ധപ്പെട്ട യോഗമൊക്കെയാണ് ചേർന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഇന്നേതായാലും അത്തരത്തിലുള്ള വിമർശനങ്ങളുടെ ഒരു വേദിയൊന്നും അല്ലായിരുന്നു. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന വേളയിലാണ് ഈ കാര്യം പറഞ്ഞത്. ഇനി ഏതായാലും പാർട്ടി സെക്രട്ടറിക്ക് എതിരായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു വിമർശനം ഉയരണമെങ്കിൽ തന്നെ അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ മറ്റുമേ അത്തരത്തിലുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരമൊരു വിമർശനം മറ്റാരുടെയും ഭാഗത്തു നിന്നും ഉയർന്നിട്ടില്ല. ഒരുപക്ഷെ ഇനി വെള്ളിയാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിന്റെ അവലോകനവുമായി ചേരുന്ന നേതൃയോഗത്തിലെല്ലാം അത്തരത്തിലുള്ള ഒരു വിമർശനം നേതാക്കൾക്ക് ഒരുപക്ഷെ ഉണ്ടാകും. ഇപ്പോഴും CPMനകത്ത് വലിയ തോതിലുള്ള ഒരു ആശങ്ക അതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം CPMനെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ ഒരു വിമർശനം, ഒരു കാര്യമായിരുന്നു MV ഗോവിന്ദന്റെ RSS അനുകൂല പരാമർശം. അതിന് എതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം CPIയുടെ ഭാഗത്തു നിന്നും വന്നു. എന്തും തോന്നിയതുപോലെ എന്തും മൈക്ക് കണ്ടാൽ വിളിച്ചു പറയരുതെന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ MV ഗോവിന്ദനെ ഇരുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശം എന്ന് പറയുന്നത്. പ്രസംഗത്തിനിടെയാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. CPMന്റെ നേതൃയോഗത്തിനിടയിലാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന്, പരാമർശമല്ല വിമർശനം തന്നെ പറയണം, പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ വോട്ടെടുപ്പ്, നിലമ്പൂരിൽ വോട്ടെടുപ്പ് ഉണ്ടാകുന്നതിന്റെ തലേനാൾ മാതൃഭൂമി ന്യൂസിന് MV ഗോവിന്ദൻ നൽകിയിട്ടുള്ള അഭിമുഖത്തിനിടയിലായിരുന്നു ഈ RSS CPM ബന്ധമുണ്ടായി, ഞങ്ങൾ വോട്ട് ചെയ്തു എന്നൊക്കെയുള്ള പരാമർശമുണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പിണറായിയുടെ വിമർശനം.